നിങ്ങളും ഞങ്ങളുമില്ല നമ്മളെയുള്ളൂ. പി കെ പാറക്കാടവിൻ്റെ കവിതയിലെ ഈ വരികൾ അത്ര ഭംഗിയുള്ളതാണ് അല്ലേ? പാലക്കാട് നിന്ന് സ്നേഹമുള്ള അത്തരത്തിലൊരു കാഴ്ചയാണ് ഈ നമ്മൾ കാണാൻ പോകുന്നത്. ഓണവും നബിദിനവും ഒരുമിച്ച് ആഘോഷിക്കുകയാണ് മുറിക്കാവ് പ്രദേശത്തെ മനുഷ്യർ. ഈദ് മിലാദും തിരുവോണവും കൈകോർക്കുന്നു. പാലക്കാട് നിന്ന് അജിത് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. മറ്റൊന്ന്, ഓണവും നബിദിനവും ഒരുമിച്ച് വന്നാൽ ഒരു നാട് എങ്ങനെ ആഘോഷിക്കുമെന്ന് സ്നേഹത്തോടെ ഒരുമിച്ച് നിൽക്കുമെന്ന് കാണിക്കുകയാണ് മുറിക്കാവ് പ്രദേശക്കാർ. ഇവിടുത്തെ കൃഷ്ണപിള്ള വായനശാലയും മുറിക്കാവ് ജുമാഅത്തും ചേർന്ന് പള്ളിയും ചേർന്ന് നടത്തുന്ന ആഘോഷമാണിത്. ഒരുപക്ഷെ കേരളത്തിൽ മാത്രം കഴിയാൻ കഴിയുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ്. എന്തോ ഭയങ്കര സന്തോഷത്തിലാണ്. മാവേലിയെ വരവേറ്റുകൊണ്ട് ഇങ്ങനൊരു ഓണം, ഇങ്ങനൊരു നബിദിനം എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്? 32 വർഷമായിട്ട് ഞാൻ മാവേലി വേഷമായിട്ട് പോകുന്നുണ്ട്. പക്ഷെങ്കിൽ ഇവിടെയും 5ാമത്തെ വർഷമാണ്. പക്ഷേ ഇത് മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കുളിർമയേകിയ ഒരു നിമിഷമായിട്ട് ഞാനിതിനെ കാണുന്നു. കാരണം നമ്മൾ ആഗ്രഹിച്ചതും ഇതിനു വേണ്ടിയാണ്. ഇത് യാഥാർത്ഥ്യമായി ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി. ഈ നാട് മുഴുവൻ ഒരുമിച്ച് നിൽക്കുകയാണ്. അത് ഒരു ഭയങ്കര പ്രതീക്ഷയുള്ള കാഴ്ച കൂടിയാണ്. പ്രത്യേകിച്ച് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു കാലത്ത് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത്, ഒരു സ്നേഹത്തിന്റെ സന്ദേശം നൽകുന്നത്, അതാണല്ലോ യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് വേണ്ടത്. തീർച്ചയായും വലിയൊരു സ്നേഹത്തിന്റെ സന്ദേശമാണ് നബിദിനവും ഓണവും കൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ആഘോഷിച്ചത്. വളരെ സന്തോഷം, നന്ദി. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ എല്ലാവരും കുറച്ചു നേരം മുമ്പ് വരെ ആഘോഷത്തിന്റെ തിമിർപ്പിലായിരുന്നു. എങ്ങനെ നമ്മൾ ചെണ്ടമേളമൊക്കെ ഒന്ന് ആരംഭിച്ചാലോ? എങ്ങനെയാ, ഒന്ന് ചാടിയാലോ? റെഡി? അപ്പൊ റെഡി, 1 2 3 സ്റ്റാർട്ട്. ഏതാണെങ്കിലും ഈ നാട് സന്തോഷത്തിലാണ്. ആ സന്തോഷം ലോകത്തിനാകെ മാതൃകയാണ്. ഇവിടുത്തെ ഒരു വാക്കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എന്താ പറയാനുള്ള നാട്ടുകാരൻ എന്ന നിലയിൽ? നമ്മുടെ ഈ മുറിക്കാവില് എല്ലാ മതത്തിൻ്റെ ആഘോഷവും നമ്മൾ കൊണ്ട് നടക്കാറുണ്ട്. മതം മനുഷ്യൻ്റെ നന്മയ്ക്കായിട്ടും ഉത്സവം മനുഷ്യൻ്റെ കൂട്ടായ്മയ്ക്കും സന്തോഷത്തിനും വേണ്ടിയാണ്. നമ്മുടെ ഈ കൊച്ചു നാട്ടിൽ ആണ് നമുക്ക് ഇങ്ങനെ എല്ലാ ആളുകളും ചേർന്ന് വിവിധ മതത്തിലും വിവിധ ജാതിയിലും ഉള്ള ആളുകൾ ചേർന്ന് എല്ലാ മതത്തിലുള്ള ആഘോഷം കൊണ്ടാടാറുണ്ട്. നമുക്ക് പുറമേ ഉള്ള നാട്ടിലേക്കെല്ലാം നമുക്ക് നോക്കിയാൽ കാണാം, ഒരു ആഘോഷമുണ്ടെങ്കിൽ മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടി ബാരിക്കേഡും ഷീറ്റും കെട്ടിയിട്ട് കാണാത്ത രീതിയിലാണ് ഓരോ കൂട്ടവും അവരവരുടെ ആഘോഷം കൊണ്ട് നടത്താം. നമ്മൾ മതത്തിൻ്റെയും മനുഷ്യരുടെയും കൂട്ടായ്മ ആയിട്ടാണ് നമ്മൾ ഈ, അതായത് മനുഷ്യന്റെയും എല്ലാ ജീവിതത്തിന്റെയും ഏറ്റവും അടിസ്ഥാനമായ ഘടകം എന്ന് പറയുന്നത് ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഈ നാട് ഒരുമിച്ച് നിൽക്കുകയാണ്. എല്ലാവരും ഒരു ഹാപ്പി വേണം പറഞ്ഞാലോ? ക്യാമറമാൻ രമേശ് രാമിനൊപ്പം അജിത് ബാബു, ന്യൂസ് മലയാളം.